friends, welcome back to Nappoos kitchen. ഇന്ന് നമുക്ക് കണ്ണൂരിലെ സൽക്കാരങ്ങളിലെ പ്രധാന ഐറ്റമായ ചിക്കൻ മാക്രോണിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പം നമുക്ക് ഇതിന് വേണ്ടി ഒരു 250 ഗ്രാം ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്ക് നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലോട്ട് വെള്ളം വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2-3 ടേബിൾ സ്പൂണ് ഓയിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മക്രോണി വെന്ത് വരുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടായിട്ട് തിളക്കാൻ പോകുമ്പോൾ നമുക്ക് നമ്മുടെ മാക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് മാക്രോണി എടുത്തിട്ടുണ്ട്. അത് അതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കാം. ഇന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ മാക്രോണി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഒരു സ്പൂൺ കൊണ്ട് കട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് തിരിയും അത് വെന്തിട്ടുണ്ടോ എന്ന്. ഒന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവണം. ഇനി ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. എന്നിട്ട് ഇതേ ഓയിൽ തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓയിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്കിതിന് വേണ്ടി വരും. അപ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ വഴറ്റിയെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ചമുളക് പേസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാം. അടുത്തതായിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ആ പച്ചമണമൊക്കെ മാറി വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റി ഉടച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഗരം മസാലയാണ് നമ്മൾ കുറച്ച് അധികം ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വേറെ മുളക് പൊടിയും മല്ലിപ്പൊടികളൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. എന്നിട്ടിത് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ വഴറ്റിയെടുക്കാം.
മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങയ്ക്ക് പകരം തൈര് യൂസ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കണം, അപ്പോഴേ നമ്മുടെ മസാല മക്രോണിയിൽ നന്നായിട്ട് സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ മാക്രോണി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.